ഭാരതത്തിലേത് പാക് സ്പോൺസേഡ് ഭീകരവാദമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാം. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഓപ്പറേഷൻ സിന്ദൂർ അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടുവെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു? ഫോഴ്സിന്റെ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, രാജ്യത്തിന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്നിവ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ആ സൈനിക നടപടികൾ പുരോഗമിക്കുമ്പോൾ ഇത്ര വിശദമായി പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരുന്നില്ല. വിദേശകാര്യ സെക്രട്ടറി അതല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമായിരുന്നു ആ സമയങ്ങളിലുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഭീകരതയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സംബന്ധിച്ചുമെല്ലാം വളരെ വിശദമായി വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണ്. ഇന്ന് ഡൽഹിയിൽ സംസാരിക്കവെയാണ് അത്തരത്തിൽ പ്രതികരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയിട്ടുള്ളത്. പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരവാദമാണ്. പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിട്ടുള്ള ഭീകരവാദമാണ് പഹൽഗാമിന്റെ മണ്ണിൽ നടന്നിട്ടുള്ളത്. പഹൽഗാമിൽ രാജ്യത്തെ പൗരന്മാരുടെ മതം ചോദിച്ചുകൊണ്ട്, മതം വേർതിരിച്ചുകൊണ്ട് ഭീകരവാദികൾ ആക്രമണം നടത്തി. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഭാരതത്തിന്റെ സൈന്യം നൽകിയിട്ടുണ്ട്. ആ തിരിച്ചടി എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഓപ്പറേഷൻ സിന്ദൂർ യാഥാർത്ഥ്യമായത് രാജ്യത്തിന്റെ ഭരണ നേതൃത്വം, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ ദൃഢനിശ്ചയവും നമ്മുടെ സായുധ സേനയുടെ വീര്യവും കൂടാതെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മികവുറ്റ പ്രവർത്തനവും, ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടപ്പാക്കാൻ സാധിച്ചത്. ഭീകരതയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടി നൽകി. എങ്കിലും പാകിസ്ഥാൻ പാഠം പഠിക്കാൻ തയ്യാറായിട്ടില്ല. പാകിസ്ഥാൻ ഇപ്പോഴും ഭീകരതയ്ക്ക് പിന്തുണ നൽകുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു ഈ പരിക്കേറ്റ ഭീകരരെ പാകിസ്ഥാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാന്റെ സൈനിക വേഷത്തിൽ തന്നെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ എന്നും ഭീകരതയ്ക്ക് പിന്തുണ നൽകുകയാണ്. കഴിഞ്ഞ 40 വർഷത്തിലധികമായി അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനെ അതിശക്തമായി ഭാരതം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് കടുത്ത മറുപടി നൽകാൻ ഭാരതം തയ്യാറായിരുന്നില്ലെങ്കിൽ 2014 ശേഷം ഭീകരാക്രമണങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സാധിച്ചു. നടക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് കടുത്ത തിരിച്ചടി ഭീകരർക്കും ഭീകരരെ പിന്തുണയ്ക്കുന്ന രാജ്യത്തിനും നൽകാൻ ഭാരതത്തിന് സാധിച്ചു. അത്തരത്തിൽ അതിശക്തമായി മുൻപോട്ട് പോകാൻ രാജ്യത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അമിത് ഷാ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഒപ്പം പഹൽഗാമിൽ നടന്നിട്ടുള്ളത് പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരവാദമാണ് അല്ലെങ്കിൽ ഭീകര പ്രവർത്തനമാണെന്ന് ഒരിക്കൽ കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എടുത്തു പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് എന്ന് തുറന്നു കാണിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഭാരതം തുടർന്നു കൊണ്ടുപോകും എന്ന കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ ദൃഢനിശ്ചയവും സായുധ സേനയുടെ വീര്യവും രഹസ്യാന്വേഷണ ഏജൻസിയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനവുമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടപ്പാക്കാൻ കാരണം. ആ ഓപ്പറേഷൻ, ആ സൈനിക നടപടി രാജ്യത്തിന്റെ സൈനികരുടെ വീര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നും എന്നും ഓർമ്മിക്കപ്പെടും എന്നുള്ള കാര്യവുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. വീണ. ശരി ജിഷ്ണു.